അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുഹാവാസികളുടെ സംഭവം വിവരിക്കുന്നതിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രധാനപ്പെട്ട ഉപദേശം നൽകുന്ന 2 ആയത്തുകളാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇൻഷാ അള്ളാഹ് എന്ന് കൂടി പറയണം എന്നായിരുന്നു ആ ഉപദേശം. ഇനി വീണ്ടും ഗുഹാവാസികളുടെ സംഭവ വിവരണത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഗുഹാവാസികൾ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അവരുടെ എണ്ണത്തെക്കുറിച്ച് നടന്ന തർക്കം പോലെ അവർ എത്ര കാലം ഗുഹയിൽ ഉറങ്ങി വസിച്ചു എന്ന കാര്യത്തിലും കൃത്യമായ അറിവ് ആളുകൾക്കുണ്ടായിരുന്നില്ല. അവർ വിവിധ കണക്കുകളാണ് പറഞ്ഞിരുന്നത്. ഇന്ന് പഠിക്കുന്ന 25, 26 ആയത്തുകളിൽ ഗുഹാവാസികൾ എത്ര കാലം ഗുഹയിൽ ഉറങ്ങി എന്ന കാര്യത്തെക്കുറിച്ചുള്ള പരാമർശമാണുള്ളത്. വലബിസു ഫി കഹ്ഫിഹിം, അവർ അവരുടെ ഗുഹയിൽ വസിച്ചു. ലഭിസു, അവർ വസിച്ചു. ഫി കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ. 300 സിനീന, 300 വർഷം. വസ്ദാദു തിസ്ആ, അവർ 9 വർഷം അധികരിപ്പിക്കുകയും ചെയ്തു. ഈ പറഞ്ഞത് ഗുഹാവാസികൾ ഗുഹയിൽ എത്ര കാലം ഉറങ്ങിക്കഴിഞ്ഞു എന്ന കാര്യം അള്ളാഹു കൃത്യമായി കണക്കാക്കി പറയുകയാണ് എന്നാണ് ആദ്യകാല ഖുർആൻ മുഫസ്സിറുകൾ അടക്കമുള്ള മിക്ക വ്യാഖ്യാതാക്കളും പറയുന്നത്. അതായത് 300 വർഷം സൂര്യവർഷം അവർ ഗുഹയിൽ കഴിഞ്ഞു. അത് ചന്ദ്രവർഷത്തിൽ കണക്കാക്കുമ്പോൾ 9 കൂടി അധികരിപ്പിച്ചുകൊണ്ട് 309 വർഷമാകും. അപ്പോൾ സൂര്യവർഷത്തിൻ്റെ കണക്കിലാണെങ്കിൽ അവർ 300 വർഷവും ചന്ദ്രവർഷത്തിൻ്റെ കണക്കിലാണെങ്കിൽ 309 വർഷവുമാണ് ഗുഹയിൽ ഉറങ്ങിയത് എന്നാവും അർത്ഥം. ചന്ദ്രവർഷം സൂര്യവർഷത്തെക്കാൾ കുറവാണല്ലോ. 100 സൂര്യവർഷം 103 ചന്ദ്രവർഷമാണ്. അങ്ങനെയാണ് 300 സൂര്യവർഷം 309 ചന്ദ്രവർഷമായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞത് അള്ളാഹു അവരുടെ ഗുഹാവാസകാലം അറിയിക്കുകയാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ അത് ശരിയല്ല. കാരണം അടുത്ത ആയത്തിൽ അവർ എത്ര കാലം ഗുഹയിൽ കഴിഞ്ഞു എന്നത് ശരിക്കറിയുന്നത് അള്ളാഹുവിനാണ് എന്ന് അവരോട് പറയുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കണക്ക് അള്ളാഹു പ്രഖ്യാപിച്ച ശേഷം അങ്ങനെ പറയേണ്ടതില്ലല്ലോ എന്നാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ആ വിഭാഗത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ഗുഹാവാസികളുടെ എണ്ണത്തിൽ ആളുകൾ തർക്കിച്ച പോലെ ഗുഹാവാസികളുടെ വാസകാലം കണക്കാക്കുന്നതിലും ആളുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നുവെന്നും ചിലർ 300 വർഷം എന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലർ അതിലൂടെ 9 വർഷം കൂടി അധികരിപ്പിച്ച് 309 വർഷം എന്ന് പറഞ്ഞു എന്നാണ് ഈ വിഭാഗം പണ്ഡിതന്മാർ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ആദ്യകാല മുഫസ്സിറുകളിൽപ്പെട്ട ഇബ്നു ജരീർ അത്തബരിയും അതുപോലെ മധ്യകാല മുഫസ്സിറുകളിൽപ്പെട്ട ഇബ്നു കസീറും അതുപോലെ തന്നെ ആധുനിക മുഫസ്സിറുകളിൽപ്പെട്ട ഇബ്നു ആഷൂറുമൊക്കെ ആദ്യം പറഞ്ഞ വിഭാഗത്തിലാണ്. അവർ പറയുന്നത് ഗുഹാവാസികളുടെ കാലം കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു. അതിനെ തുടർന്ന് അള്ളാഹുവിനാണ് അവരുടെ വാസകാലം ശരിക്കറിയുക എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞതിനെ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ വ്യാഖ്യാനക്കാരുടെ പക്ഷം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു, നബിയെ താങ്കൾ പറയുക, ഖുൽ നബിയെ താങ്കൾ അവരോട് പറയുക, അല്ലാഹു അഅലമു ബിമാ ലബിസു, അള്ളാഹുവിനാണ് അവർ വസിച്ചതിനെ കുറിച്ച് ശരിക്കും അറിയുക. ലഹു വൈബു സമാവാതി വൽ അർദ്, അവൻ്റെ അടുക്കലാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രഹസ്യങ്ങളൊക്കെയും. ആകാശങ്ങളിലും ഭൂമിയിലും അവൻ അറിയാത്ത ഒരു രഹസ്യവുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവൻ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. ആ ബുസ്ർ ബിഹി വ അസ്മ, എന്തൊരു കാഴ്ചയും എന്തൊരു കേൾവിയുമാണ് അവൻ്റേത്. അബ്സിർ ബിഹി വ അസ്മ്യ എന്ന് പറഞ്ഞത് അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. എന്തുമാത്രം അഗാധവും സൂക്ഷ്മവുമാണ് അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയും എന്ന് അത്ഭുതത്തോടു കൂടി പറയുന്ന ശൈലിയാണിത്. അതുകൊണ്ട് ഗുഹാവാസികൾ ഉറങ്ങിയതും വസിച്ചതുമടക്കം പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല സംഗതികളും സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അത് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവും ദൈവവും എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഈ ബഹുദൈവ വിശ്വാസികൾ കരുതും പോലെ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്കും ബഹുദൈവങ്ങൾക്കുമൊന്നും യാതൊരുവിധ ദൈവികമായ കഴിവുമില്ല എന്നവരോട് പറയുക. മാലഹും മിൻ ദൂനിഹി മിൻ വലിയൻ, അള്ളാഹു അല്ലാതെ അവർക്ക് മറ്റൊരു രക്ഷകനുമില്ല എന്നവരോട് പറയുക. വല യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അവൻ തൻ്റെ ആധിപത്യത്തിൽ ഒരാളെയും പങ്കാളിയാക്കുന്നില്ല. അള്ളാഹു അവൻ്റെ അധികാരത്തിൽ ഒരാളെയും പങ്കാളിയാക്കുന്നില്ല.
മക്കയിലെ ബഹുദൈവ വിശ്വാസികളാണ് ഗുഹാവാസികളെക്കുറിച്ച് ചോദിച്ചത്. ഗുഹാവാസികളെക്കുറിച്ച് ആളുകൾക്കിടയിൽ അവരുടെ എണ്ണത്തെക്കുറിച്ചെന്ന പോലെ അവർ ഉറങ്ങിയ കാലത്തെക്കുറിച്ചും വ്യക്തമായ അറിവില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഊഹങ്ങൾ വെച്ചുകൊണ്ട് തർക്കിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരോട് പറയുകയാണ്, എല്ലാം അറിയുന്ന അള്ളാഹുവിനാണ് ഇതൊക്കെ കൃത്യമായി അറിയുക. അവൻ മാത്രമാണ് ദൈവം, അവനല്ലാത്തതൊക്കെ അവൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് മറ്റാർക്കും ദൈവികതയിൽ പങ്കുമില്ല എന്ന് ബഹുദൈവ വിശ്വാസികളോട് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഈ വിവരണം അവസാനിക്കുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ പ്രബോധന ദൗത്യവുമായി സധൈര്യം മുന്നോട്ട് പോവാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്നുള്ള ഏതാനും ആയത്തുകളിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ അത് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ സദക്ക സക്കാത്തുകൾ, നമ്മുടെ മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സാലിഹായ അമലായി സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.